നമസ്കാരം. ഞാൻ ശ്രീവത്സം ശശിധര മേനോൻ, ജ്യോത്സ്യൻ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കടബാധ്യതകളുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുറേ ആളുകളും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളുമാണ്. എങ്ങനെ ആ പ്രശ്നങ്ങളിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും രക്ഷപ്പെടാം. പ്രാർത്ഥനയാണ് ഏറ്റവും നല്ലത്. ഇന്നവർ അനുഭവിക്കുന്ന യാതനകളും വിഷമങ്ങളും അതിൽ നിന്നൊക്കെ മോചനം കിട്ടാൻ നമ്മൾ സ്വന്തം കുടുംബക്ഷേത്രങ്ങളെ തന്നെ ആശ്രയിക്കണം. എല്ലാ മാസത്തിൽ ഒരിക്കലെങ്കിലും കുടുംബക്ഷേത്രങ്ങളിൽ പോയി തൊഴുകയും അവിടെ യഥാശക്തി വഴിപാട് നടത്തി പോരുകയും ചെയ്യണം. അവിടെ കുടുംബസമേതം പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾക്ക് മാത്രമേ നിങ്ങളെ രക്ഷപ്പെടുത്താനും സാധിക്കുകയുള്ളൂ. വീടിനടുത്തുള്ള അമ്പലങ്ങളിൽ ദർശനം നടത്തുക, അവിടെ യഥാശക്തി വഴിപാട് നടത്തുക, പ്രാർത്ഥിക്കുക, ദേവീ മഹാത്മ്യം ദിവസേന ചൊല്ലുക, സന്ധ്യാസമയങ്ങളിൽ വീട്ടിൽ വിളക്ക് കൊളുത്തി ഇഷ്ടദേവനെയോ ദേവിയെയോ പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക, ഋണമോചന മന്ത്രങ്ങൾ ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്യുക. സുബ്രഹ്മണ്യ അഷ്ടോത്തരി എല്ലാ ചൊവ്വാഴ്ചയും ഭഗവാന്റെ ഫോട്ടോ വച്ച് നെയ്വിളക്ക് കത്തിച്ച് വച്ച് ജപിക്കുകയും മുരുക മുരുക ശ്രീമുരുക, കരുണാകരനെ ശ്രീമുരുക, ശരണം തരണേ ശ്രീമുരുക, ചരണസരോജം ശ്രീമുരുക എന്ന് 6 പ്രാവശ്യം വളരെ ഭക്തിയോടെ ചൊല്ലുകയും മുരുകൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ശുഭദൃഷ്ടി ഗണപതിയുടെ ഫോട്ടോ വാങ്ങി വീടിൻ്റെ ഹാളിൽ വെന്റിലേറ്ററിന് താഴെ തെക്ക് വടക്കോട്ട് ദർശനമായി കിട്ടുന്നതുമാതിരി തൂക്കിയിടുകയും എല്ലാ ദിവസവും വിളക്ക് വച്ച് ചന്ദനത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയും വേണം. എല്ലാ ബുധനാഴ്ചയും ഈ ഗണപതിയുടെ ഫോട്ടോയിൽ പുഷ്പം കൊണ്ട് അലങ്കരിക്കുകയും കർപ്പൂര ദീപം ഒഴിയുകയും വേണം. 16 പ്രാവശ്യം മന്ത്രം ജപിക്കുകയും അത് കഴിഞ്ഞ് വീട്ടിൽ ഉള്ള എല്ലാവരെയും ഒഴിയുകയും വേണം. എല്ലാ മുറിയിലും കൊണ്ടുപോയി ആ ആരതി ഒഴിയുകയും വീട്ടിലുള്ള എല്ലാവരെയും ഒഴിയുകയും വേണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വാലായ്മയുള്ളവരോ ശരീരശുദ്ധിയില്ലാത്ത സ്ത്രീകളോ ഗണപതിയെയോ തൊഴാനോ കാണാനോ പാടുള്ളതല്ല. അവർ ശുദ്ധിയായ ശേഷം മാത്രം ചിത്രത്തെ നോക്കുവാൻ പാടുള്ളൂ. ഇങ്ങനെ ചെയ്താൽ ബാധ്യത തീർക്കാനും മനസ്സമാധാനം ഉണ്ടാകാനും ഇടവരും. ആ ഗണപതി മന്ത്രം ഞാൻ ചൊല്ലിത്തരാം. ഓം ഹ്രീം ശ്രീം ക്ലീം ഗ്ലൗം ഗം ഗണപതയേ വാരാണ്ഡമുഖേ സർവാരിഷ്ടാൻ വാരായ വാരായ ഓം സ്വാഹ എന്ന് 16 പ്രാവശ്യം ഈ ഫോട്ടോയിൽ നോക്കി ജപിക്കുകയും എല്ലാ ദിവസവും ജപിച്ചാൽ അത്രയും നല്ലത്. ബുധനാഴ്ച ചെയ്താലും മതി. പക്ഷേ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വളരെയധികം ഗുണങ്ങളും മാറ്റങ്ങളും ആ കുടുംബത്തിനും ആ കുടുംബത്തിൽ താമസിക്കുന്നവർക്കും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ ദൃഷ്ടി ഗണപതിയുടെ ഫോട്ടോ ഏതെങ്കിലും ഫോട്ടോഷോപ്പിൽ നിന്ന് വാങ്ങി ശുദ്ധമായി അമ്പലത്തെ കൊടുത്ത് പൂജിച്ച് അവിടെ തൂക്കിയിടുക. പ്രത്യേകം ശ്രദ്ധിക്കണം, അശുദ്ധിയുള്ള ആരും തന്നെ ആ ഫോട്ടോ തൊടാൻ പോലും പാടില്ല, കാണാനും പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാവുന്ന ദോഷങ്ങളെ ഗുണങ്ങളെ കൂടുതൽ ദോഷങ്ങളായിരിക്കും. അവരാ ഭാഗത്തേക്ക് വരാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. നന്ദി, നമസ്കാരം. വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.